ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിലെ മംഗളവാർത്തയുടെ ഞായറാഴ്ചയാണ് നമ്മൾ. മനുഷ്യവർഗത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് നിർണായകമായി ഭവിച്ച ആ സുന്ദര മുഹൂർത്തം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തില് ദൈവപുത്രനായ ഈശോ മിശിഹ ഉരുവാക്കപ്പെട്ട ആ സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വചനങ്ങളിലാണല്ലോ ഈ മംഗളവാർത്തയുടെ അറിയിപ്പ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഓർസ്ലേം ദേവാലയത്തിൽ കണ്ട സക്കറിയ പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ ദൂതൻ തന്നെയാണ് നസ്രത്തിലെ കന്യകയായ മറിയത്തിന്റെ പക്കലേക്കും ദൈവത്താൽ അയക്കപ്പെടുന്നത്. ദൈവദൂതന്മാർ ദൈവിക സാന്നിധ്യത്തിന്റെയും പരിപാലനയുടെയും പ്രതീകങ്ങളായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് 3 ദൂതന്മാരുടെ രൂപത്തിലാണല്ലോ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ കാണപ്പെടുന്നത്. ഇന്നത്തെ ആദ്യത്തെ പഴയ നിയമ വായന സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെയും നമ്മൾ കാണുന്നുണ്ട് ഒരു ദൂതനെ. ഇസ്രായേൽ ജനത്തെ കണ്ട് പരിഭ്രമിച്ച മോവാബിലെ രാജാവായിരുന്ന ബാലാക്ക് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി, അവരെ ശപിക്കുവാൻ വേണ്ടി ഒരു വിജാതീയ പ്രവാചകനായ ബാലാമിനെ വിളിച്ചു വരുത്തുകയാണ്. പക്ഷെ ഈ വിജാതീയ പ്രവാചകനെ പോലും ദൈവം എപ്രകാരമാണ് തന്റെ ഉപകരണമാക്കി മാറ്റുന്നത് എന്ന് വിവരിക്കുന്നതാണ് ഇന്നത്തെ ആദ്യത്തെ വായന നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇസ്രായേലിനെ ശപിക്കുവാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ബാലാക്ക് വിളിച്ചു വരുത്തുന്നതെങ്കിലും ഈ ബാലാം പ്രവാചകൻ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന രംഗമാണ് സംഖ്യയുടെ പുസ്തകം 23-24 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചും ഈ ബാലാം പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരം ബാലാക്കിന്റെ ആഗ്രഹപ്രകാരം, അഭ്യർത്ഥന പ്രകാരം മുൻപോട്ട് പോകുന്ന ബാലാം പ്രവാചകൻ സവാരി ചെയ്തിരുന്ന ആ കഴുത മാർഗമധ്യേ വെച്ച് ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ കണ്ട് പരിഭ്രമിച്ച് വഴിമാറുമ്പോൾ ഈ ബാലാം പ്രവാചകൻ കഴുതയെ പ്രഹരിക്കുന്നതും, കഴുതയ്ക്ക് ദൈവം കർത്താവ് സംസാരശേഷി നൽകി എന്തിനാണ് എന്നെ പ്രഹരിച്ചതെന്ന് ചോദിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവാണ് കഴുതയ്ക്ക് സംസാരശക്തി നൽകിയതെന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നുണ്ട്. ഇപ്രകാരമാണ് തന്റെ സൃഷ്ടി മുഴുവനെയും ദൈവത്തിന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് അവിടുന്ന് വിനിയോഗിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതോടുകൂടി കർത്താവ് ബാലാമിന്റെ കണ്ണ് തുറന്നു കൊടുക്കുകയും ഈ കഴുതയുടെ മുമ്പിൽ നിന്നിരുന്ന ദൈവത്തിന്റെ ദൂതനെ തിരിച്ചറിയുകയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം പുതിയ നിയമത്തിലേക്ക് വരാനിരുന്ന യഥാർത്ഥ സുവിശേഷം അറിയിക്കുവാനിരുന്ന ദൈവദൂതന്മാരുടെ സക്കറിയ പുരോഹിതന് ഓർസ്ലേം ദേവാലയത്തിൽ വെച്ചും ഇന്ന് നസ്രത്തിലെ കന്യകയായ മറിയത്തിനുമെല്ലാം സദ്വാർത്ത, മംഗളവാർത്ത അറിയിക്കുന്ന ആ ഗബ്രിയേൽ ദൂതന്റെ മുന്നോടികളായിരുന്നു. നസ്രത്തിലെ ദരിദ്ര കന്യകയായ മറിയത്തിന്റെ പക്കലെത്തുന്ന ദൂതൻ മറിയത്തോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു വലിയ ആശ്വാസത്തിന്റെ വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലുടനീളം ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ള ആശ്വാസവചനത്തോടെയാണ്, ഫിയർ നോട്ട്. കാരണം മനുഷ്യന്റെ അടിസ്ഥാന വികാരം ഈ ഭയമാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പഴയ നിയമത്തിലെ ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, യാക്കോബേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ സഹായിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വരാനിരുന്ന യഥാർത്ഥ വിമോചകനായ മിശിഹായെക്കുറിച്ചുള്ള അറിയിപ്പിന്റെ മുന്നോടിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറിയത്തെ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഈ ഒരു അഭിസംബോധനയിൽ അതുവരെയുള്ള മറിയത്തിന്റെ ജീവിതം മുഴുവനും സംഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ അന്യൂനം പാലിച്ച് ദൈവത്തിന്റെ വഴിയെ നടന്നിരുന്ന
പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു കന്യകയായ മറിയം. ജീവിതകാലം മുഴുവനും കന്യകയായി തന്നെ തുടരുവാനുള്ള തീരുമാനമെടുത്തിരുന്ന കന്യകാമറിയം, ആ മറിയത്തിന്റെ ദൈവത്തിന്റെ മുൻപിൽ മറിയത്തിനുണ്ടായിരുന്ന സംപ്രീതി മുഴുവനും വ്യക്തമാക്കുന്നതായിരുന്നു ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ള ആ ദൂതന്റെ അഭിസംബോധന. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാണ് ദൂതന് പറയുവാനുള്ളത്. അതുകൊണ്ട് നീ ആഹ്ലാദിച്ചാലും നിനക്ക് സമാധാനം, നിനക്ക് സ്വസ്തി എന്നാണ് ദൂതന്റെ അഭിവാദനം. ദൈവത്തിന്റെ മുൻപില് കൃപ കണ്ടെത്തിയ പരിശുദ്ധ കന്യകാമറിയം, ആ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ് ദൈവമാതാവാകുന്നതിന്, മിശിഹായുടെ മാതാവാകുന്നതിന് പരിശുദ്ധ കന്യകാമറിയത്തെ യോഗ്യയാക്കി തീർത്തത്. ദൂതൻ മറിയത്തോട് പറഞ്ഞു, നീ ഇതാ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. മറിയത്തിന് ഇത് മനസ്സിലായില്ല. കാരണം ജീവിതകാലം മുഴുവനും കന്യകയായി ജീവിക്കുവാൻ തീരുമാനിച്ചിരുന്ന മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ പുരുഷനെ അറിയാൻ തീരുമാനിച്ചിട്ടില്ല, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യകന്യകയായി തന്നെ തുടരാനായിട്ടാണ് ദൈവത്തിന് മുൻപിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊരു മഹാരഹസ്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടി ദൂതൻ പറയുകയാണ്. തുടർന്ന് പറയുന്നു, ദൈവത്തിന്റെ അരൂപി റൂഹാദ കുദിശ നിന്റെ മേൽ വരും, നിന്റെ മേൽ ആവസിക്കും. അതിന്റെ ഫലമായിട്ട് നിന്റെ ഉദരത്തില് ഉരുവാക്കപ്പെടുന്ന ദൈവപുത്രൻ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടുമെന്ന്. എപ്രകാരമാണ് കന്യകയായ മറിയത്തിന്റെ ഉദരത്തില് ദൈവം ഉരുവാക്കപ്പെടുന്നത്? എപ്രകാരമാണ് ദൈവാരൂപിയുടെ റൂഹാദ കുദിശായുടെ ആവാസത്താൽ, പ്രവർത്തനത്താൽ കന്യകയുടെ ഉദരത്തിൽ നിന്ന് ദൈവം മനുഷ്യ ശരീരം സ്വീകരിക്കുന്നത്? ഈ മറിയത്തിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ എപ്രകാരമാണ് ദൈവപുത്രനാകുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധനായിരിക്കുന്നത് എന്ന് ദൂതൻ വെളിവാക്കുകയായിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലേക്കുള്ള റൂഹായുടെ ഈ വരവ്, അല്ലെങ്കിൽ ദൈവപുത്രന്റെ ഈ ആഗമനം, അവിടുത്തെ ശരീരമെടുക്കുന്ന ആ പ്രവൃത്തിയെ സഭാപിതാവായ ജെറോം താരതമ്യപ്പെടുത്തുന്നത്, ഉത്ഥാനം ചെയ്ത മിശിഹ കതകുകൾ അടച്ചിരിക്കെ, യഹൂദരോടുള്ള ഭയനിമിത്തം കതകുകൾ അടച്ച് അകത്ത് പൂട്ടിയിരുന്ന സ്ലീഹന്മാരുടെ മധ്യയെ പ്രത്യക്ഷപ്പെട്ട ഈശോയോടാണ്. എപ്രകാരമാണ് ഉത്ഥിതനായ മിശിഹ കതകുകൾ അടച്ചിരിക്കെ ശിഷ്യന്മാരുടെ മധ്യയെ പ്രത്യക്ഷപ്പെട്ടത് എപ്രകാരമാണോ, അതുപോലെ ആ കതകിനോ കെട്ടിടത്തിനോ ഭംഗം വരുത്താതെ എപ്രകാരമാണ് ഉത്ഥിതനായ മിശിഹ ശിഷ്യന്മാരുടെ മധ്യയെ സന്നിഹിതനായത്, അതുപോലെയാണ് കന്യകാമറിയത്തിന്റെ കന്യാത്വത്തിന് ഭംഗം വരുത്താതെ ദൈവം മറിയത്തിൽ ജന്മമെടുക്കുകയാണ്, ഉരുവാക്കപ്പെടുകയാണ് എന്ന്. പഴയ നിയമത്തില് ദാവീദിന് ദൈവം നൽകിയിരുന്ന വാഗ്ദാനം സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കപ്പെടുന്ന ആ വാഗ്ദാനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ തുടർന്ന് ദൂതൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മിശിഹായെക്കുറിച്ച് പഴയ നിയമത്തില് പല സന്ദർഭങ്ങളിൽ ദൈവം വാഗ്ദാനം നൽകുന്നുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അന്നത്തെ പ്രവാചകനായിരുന്ന നാത്താനിലൂടെ ദൈവം ദാവീദിനോട് പറയുകയാണ്, ദാവീദിനൊരു പുത്രൻ ജനിക്കും, അവൻ ദൈവത്തിന് ആലയം പണിയും, അവന്റെ രാജസിംഹാസനം എന്നേക്കും നിലനിൽക്കും, യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ദൈവം കൂട്ടിച്ചേർത്തു, അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കുമെന്ന്. ആർക്ക്? ദാവീദിന് ജനിക്കാൻ പോകുന്ന പുത്രന് ദൈവം പിതാവായിരിക്കും. ഒരേ സമയം അവൻ ദാവീദിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രനുമായിരിക്കുമെന്നുള്ള വാഗ്ദാനം യഥാർത്ഥത്തില് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് മറിയത്തിന്റെ ഉദരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൂതൻ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ റൂഹായാൽ ആണ് ജനിക്കുന്നത്, അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന് ദൂതൻ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദാവീദിന് കൊടുത്ത വാഗ്ദാനമാണ് പൂർത്തിയാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ മംഗളവാർത്ത വിവരിക്കുന്ന 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യ ഭാഗത്ത് തന്നെ യൗസേപ്പിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയമെന്നാണ് പറയുന്നത്. അപ്പോൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടിരുന്ന യൗസേപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈശോയെ അവതരിപ്പിക്കുന്നത്. ഈ ദാവീദിനാണല്ലോ ദൈവം വാഗ്ദാനം നൽകിയിരുന്നത്. ആ വാഗ്ദാനം ഇതാ പൂർത്തിയാകാൻ പോകുന്നു. ആ വാഗ്ദാന പുത്രനാണ്, ദാവീദിന്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട പുത്രനാണ് മറിയത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നവനെന്ന് ഗബ്രിയേൽ തന്നെ വ്യക്തമാക്കുകയായിരുന്നു.
അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവൻ നിത്യരാജാവായിരിക്കും. മിശിഹായാണ് യഥാർത്ഥ രാജാവ്. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ പുത്രൻ രാജാവാണ്. ദാവീദ് രാജാവായിരുന്നുകൊണ്ട് ദാവീദിന്റെ പുത്രൻ രാജാവാണ്. രാജാവാണെങ്കിൽ രാജ്യമുണ്ട്. ഈ രാജാവിന്റെ പ്രത്യേകത അവൻ ദൈവം കൂടിയാണ് എന്നുള്ളതാണ്. അവൻ ദൈവരാജാവാണ്. അവൻ ദൈവരാജാവായതുകൊണ്ട് ഈ രാജാവിന്റെ രാജ്യം ദൈവരാജ്യമാണ്. ഈശോയുടെ പ്രസംഗ വിഷയം, പ്രഘോഷണ വിഷയം ദൈവരാജ്യമായിരുന്നു എന്ന് നമുക്കറിയാം. അവിടുന്ന് അരുൾ ചെയ്ത ഉപമകളെല്ലാം ഈ ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു മാനം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചത്. അവിടുത്തെ പ്രസംഗ വിഷയം അതായിരുന്നു, പ്രഘോഷണ വിഷയം അതായിരുന്നു. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും എല്ലാം അർത്ഥം ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്. അത് പിശാചുകളെ പുറത്താക്കിയപ്പോൾ, മറ്റു രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴെല്ലാം സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ മുന്നാസ്വാദനം നമുക്ക് നൽകുന്നതിന് വേണ്ടിയുമായിരുന്നു. അപ്പോൾ ഇപ്രകാരം ദൈവം തന്റെ വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു. അതായിരുന്നല്ലോ സക്കറിയ എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. അപ്പോൾ ദൈവം ഇതാ വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു. പൂർവ്വ പിതാക്കന്മാർക്ക് അബ്രാഹാം മുതൽ നൽകിയിരുന്ന വാഗ്ദാനം അനുസ്മരിക്കുന്നു. ഇതാ തന്റെ രക്ഷകനെ അയക്കുന്നു, മിശിഹായെ അയക്കുന്നു. ഇതാണ് മറിയത്തോട് ദൈവം അറിയിക്കുന്ന ദൂതനിലൂടെ അറിയിക്കുന്ന മംഗളവാർത്ത. ഒപ്പം ദൂതൻ കൂട്ടിച്ചേർത്തു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇക്കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമാണ്. ഒരു സ്ത്രീ കന്യകയായി തന്നെ തുടർന്നുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും ദൂതൻ കൂട്ടിച്ചേർക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരം മഹനീയമായിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവാരൂപിയുടെ ഈ പ്രവർത്തനത്തെ പ്രൂഡൻസിയൂസ് എന്ന സഭാപിതാവ് വിശദീകരിക്കുന്നത്, താരതമ്യപ്പെടുത്തുന്നത് പഴയ നിയമത്തില് പൂഴിയിൽ നിന്ന് ഉരുവാക്കപ്പെട്ട മനുഷ്യനിലേക്ക് ദൈവം തന്റെ റൂഹായെ നിശ്വസിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, ദൈവം തന്റെ ശ്വാസം നിവേശിപ്പിച്ചപ്പോഴാണ് അവൻ ജീവനുള്ളവനായി തീർന്നത്. അപ്പോൾ ആ മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യനിൽ ദൈവത്തിന്റെ അരൂപി വന്നപ്പോൾ അവന് ജീവനുണ്ടായതുപോലെ മറിയത്തിന്റെ ഉദരത്തിലേക്ക് റൂഹ പ്രവേശിക്കുമ്പോൾ റൂഹായുടെ ആവാസത്താൽ, റൂഹയുടെ ആ ഒരു ആവാസത്താൽ ഇവിടെ ഇതാ ദൈവപുത്രൻ സംജാതമാകുന്നു എന്ന് പ്രൂഡൻസ്യൂസ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പറയും, ഈ ഉദരത്തിലേക്ക് റൂഹ വന്നതോടുകൂടി മനുഷ്യ ഉദരങ്ങളെയെല്ലാം, ഗർഭപാത്രങ്ങളെയെല്ലാം ദൈവം വിശുദ്ധീകരിക്കുകയായിരുന്നുവെന്ന്. മുൾപ്പടർപ്പിനോടാണ് അപ്രയം പിതാവ് ആ സന്ദർഭത്തില് മറിയത്തിന്റെ ഉദരത്തിൽ റൂഹ വസിച്ചുവെങ്കിലും, ദൈവപുത്രൻ വസിച്ചുവെങ്കിലും ആ ഉദരത്തിന് ഭംഗം വന്നില്ല. അത് പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ദൈവം, അപരിമേയനായി നിൽക്കുന്ന ദൈവം മറിയത്തിന്റെ ഉദരത്തിലേക്ക് ചുരുങ്ങിയെങ്കിലും മറിയത്തിന്റെ ഉദരത്തിന് അവനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തരത്തിൽ ദൈവം ക്രമീകരിച്ചു. അവിടെ ദൈവത്തിന്റെ ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നെങ്കിലും, ഉൾപ്പടർപ്പ് ജ്വലിച്ചുകൊണ്ടിരുന്നെങ്കിലും അത് ദഹിച്ചടങ്ങിയില്ലാത്തതുപോലെ തന്നെ മറിയത്തിന്റെ ഉദരവും ഈ ദൈവ സാന്നിധ്യത്താല്, അരൂപിയാല്, ദൈവപുത്രനാല് ജ്വലിക്കുന്നുണ്ടായിരുന്നെങ്കിലും ദഹിച്ചില്ല എന്ന് അപ്രയം പിതാവ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെളിപ്പെടുത്തലിലൂടെയാണ് മറിയം 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മറിയം പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ. പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന, വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ് നമ്മളിവിടെ കാണുക. ഈ സമ്മതമാണ് യഥാർത്ഥത്തില് മറിയത്തിന്റെ ഉദരത്തില് ദിവ്യശിശു ഉരുവാകുന്നതിന് കാരണമായി തീരുന്നത്. മറിയം ഈ സമ്മതം മൂളുന്നത് വരെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുന്നിടം വരെ മറിയം ഗർഭം ധരിച്ചില്ല. ഇത് പറയുന്ന നിമിഷം മറിയം ഗർഭം ധരിക്കുന്നു. ദൂതൻ അവളെ വിട്ടുപോവുകയും വാർത്ത അറിയിച്ച ദൂതൻ തിരികെ പോവുകയും ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു പുതിയ സൃഷ്ടി ഇവിടെ നടക്കുകയാണ്. ആദ്യ സൃഷ്ടിയിൽ ദൈവത്തിന്റെ അരൂപി സന്നിഹിതനായിരുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഇതാ മറിയത്തിന്റെ ഉദരത്തിലും റൂഹായുടെ ആവാസത്താൽ ദൈവപുത്രൻ ജനിക്കുന്നു. പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ്. മനുഷ്യരക്ഷ, മനുഷ്യന്റെ ആ ഒരു പുതിയ രക്ഷ പദ്ധതി പൂർത്തീകരണം നമ്മളിവിടെ കാണുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ഓരോ ബലിപീഠത്തിലും സംഭവിക്കുന്നത് എന്നും പൗരസ്ത്യ സഭാപിതാവായ അപ്രയം പറയുന്നുണ്ട്. ആദ്യ സൃഷ്ടിയില് റൂഹായുടെ സാന്നിധ്യം ജീവന് കാരണമായി തീർന്നതുപോലെ
പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ റൂഹ ആവസിച്ചപ്പോൾ അവിടെ ദൈവപുത്രൻ ജന്മമെടുത്തതുപോലെ ഇവിടെ ഇതാ നമ്മുടെ ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളിൽ അപ്പത്തിലും വീഞ്ഞിലും റൂഹ ആവസിക്കുമ്പോൾ പുരോഹിതൻ കാർമികൻ റൂഹായെ വിളിച്ചു വരുത്തി ഇതിന്മേൽ ആവസിക്കണമേ, ഇതിനെ പൗത്രീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മിശിഹായുടെ ശരീരവും രക്തവുമായി മാറുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ മിശിഹ ജന്മമെടുത്തതിന് സമാനമാണ് എന്നാണ് അപ്രേം പിതാവ് പറയുക. മനുഷ്യാവതാരം എന്ന രഹസ്യം പോലെ തന്നെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായതാണല്ലോ പരിശുദ്ധ കുർബാന എന്ന ദിവ്യരഹസ്യവും. അമ്മയുടെ ഉദരത്തിൽ സംഭവിച്ചത്, മറിയത്തിന്റെ ഉദരത്തിൽ സംഭവിച്ചത് തന്നെ ഇവിടെ ഇതാ ഓരോ ബലിപീഠത്തിലും സംഭവിക്കുന്നുവെന്നാണ് അപ്രേം പിതാവ് പറയുന്നത്. ആ ദിവ്യ രഹസ്യത്തിന്റെ ശുശ്രൂഷകരാകുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആ രഹസ്യത്തിൽ പങ്കുചേരുവാനും ആ രഹസ്യം സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈശോയുടെ മനുഷ്യാവതാരത്തോടുകൂടി മനുഷ്യരായ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ മഹത്തായ ഭാഗ്യം, ഈ രക്ഷ, അത് എല്ലാവരെയും ഇത് അനുഭവിച്ചറിയുവാനും എല്ലാവരെയും അറിയിക്കുവാനുമുള്ള ഉത്തരവാദിത്വം, ഈ മംഗളവാർത്ത പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. ഈ സുവിശേഷത്തിന്റെ, രക്ഷയുടെ സുവിശേഷത്തിന്റെ വക്താക്കളായി നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.